ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു. ദേ കഴലത കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കും. സർക്കാർ എന്നിവ 2025 മെയ് 19 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് കഴലത കോർപ്പറേഷൻ ഷെഡ് ഉപവിഭാഗത്തിൽപ്പെടുന്നു. വിശകലനത്തിൽ 45 കമ്പനികൾ ഉൾപ്പെടുന്നു. ഇത് തികച്ചും പ്രതിനിധിയാണ്. വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ കാണും. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -8ൽ 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ -0.5 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ നമുക്ക് കാണാം, മൊത്തത്തിൽ മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണ്. കമ്പനിയുടെ -8 പോയിന്റുകളുടെ റേറ്റിംഗിനെതിരെ ഷെയ്ഡ് നിലയെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഷെയ്ഡ് ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. ഷെയ്ഡ് നെറ്റവും -2.9% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -1.1%. ഇത് തീർച്ചയായും ഒന്നും തെളിയിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം ഷെയ്ഡ് നെറ്റ് മൂല്യം $5.39 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $62 ബില്യൺ. ഷെയ്ഡ് 8.656% വിഹിതമാണ്. ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ പുസ്തക മൂല്യം $1.67 ബില്യൺ. $40 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. ഷെയ്ഡ് ഇത് 4.185%. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. ഷെയ്ഡ് മെഡിയൻ വിപണി മൂലധന മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ 8.656%. പുസ്തക മൂല്യം 4.185%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 52% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന് $16.41 4 ബില്യൺ കടമുണ്ട്. കടം പുസ്തക മൂല്യ അനുപാതം കമ്പനിയുടെ മൂലധനത്തിന്റെ 982.9%. കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം വളരെ മോശം, -2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള ബാലൻസ് 0 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$190 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.3 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 15% കുറവാണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത്, 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $590 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. കമ്പനിയുടെ വിലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവാണ്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -3.7%. ഉപവിഭാഗത്തിന്റെ ശരാശരി -13.5%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 9.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 2.471%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 250% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ശരീരകഥ എന്നത് ഒരുപക്ഷേ അമിതമായ വിലയിരുത്തലിലേക്ക്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $2,230,000. ഉപവിഭാഗത്തിൽ $637,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 250.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $78,600 ആണ്. $64,700 ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 21%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് $2,107,000 ആണ്. ഉപവിഭാഗത്തിൽ $481,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 338%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന -0.5 പോയിന്റുകൾ. ചുരുക്കിയ ഓഹരികളുടെ എണ്ണം 3.5%. ഉപവിഭാഗത്തിന്റെ ശരാശരി 8.9%. ഇത് ഒരു ചെറിയ ഞെക്കലിന്റെ സൂചനയാണ്. സാങ്കേതിക സൂചകം JD14 കമ്പനിക്ക് 66% ലെവൽ കാണിക്കുന്നു. JD70. ഉപവിഭാഗത്തിൽ JD ലെവൽ 14 ഏകദേശം 65%. സാധ്യതയുള്ള ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിക്കപ്പെടുന്നു. JD70. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $29.98 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $33.59 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 12%. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി JD സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കഴലത് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഓപ്പൺ സെയിൽ ഓർഡർ $29.99. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 26.64 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 33.34 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ജൂൺ 18 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ JD11 പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു.
ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് നിലവിലെ വിലയിൽ വിപരീത ക്രമം അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും സഹായ സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഡെറ്റൻറ്റ് കഗലത്